ധനുസുമത് KPCC ആസ്ഥാനത്തുള്ള ഇന്ദിരാഭവന്റെ വാതിൽ ഇപ്പോഴും അടഞ്ഞ് കിടക്കുകയാണ് അൻവറിന് മുന്നിൽ. UDF പ്രവേശനം എന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു വെല്ലുവിളിയായി തന്നെ മാറി. അടൂർ പ്രകാശ്, രമേശ് ചെന്നിത്തലയുടെ അടക്കമുള്ള വാദങ്ങൾ തള്ളുകയാണ്. ഈ അഭിമുഖത്തിൽ PV അൻവറിന്റെ മുന്നണി പ്രവേശനം സാധ്യമല്ല എന്നുള്ള ഒരു വിലയിരുത്തലാണോ അടൂർ പ്രകാശ് മുന്നോട്ട് വെക്കുന്നത്? എന്താണ് അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ നിന്നും ധനുസുമോദിന് വ്യക്തമായത്? ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ആദ്യ മണിക്കൂറുകളിൽ നടത്തിയ കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണത്തിൽ PV അൻവറിനെ ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു നൽകിയിരുന്നത്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷനടക്കം ഈ അഭിപ്രായം തന്നെയായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. പക്ഷേ പിന്നീട് നടന്ന ഒരു ചർച്ചകൾ അത് ഇരുട്ടി വെളുത്തു കഴിഞ്ഞപ്പോൾ UDFന്റെ അഭിപ്രായം മാറുകയും PV അൻവറിനോട് നിലപാട് കടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അതുതന്നെയാണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലൂടെ, അടൂർ പ്രകാശിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഒരു 20,000-ഓളം വോട്ട് പിടിച്ചത് അതത്ര വലിയ കരുത്തുള്ള വോട്ടല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. മാത്രമല്ല ഇതിൻ്റെ പേരിൽ ഒരു UDF പ്രവേശനം അത് തൽക്കാലം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ അടൂർ പ്രകാശ് രമേശ് ചെന്നിത്തലയുടെ വാദം തള്ളുന്നൊരു സമീപനം ഉണ്ടായിരുന്നല്ലോ. അതായത് അൻവർ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം ഉയർന്നേനെ എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു. ആ വാദവും അടൂർ പ്രകാശ് തള്ളുകയല്ലേ? കോൺഗ്രസിലും ലീഗിലും ഒരു വിഭാഗം നേതാക്കൾ പലപ്പോഴും അൻവറിന് അനുകൂലമായിട്ടുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ആ തരത്തിലുള്ള എല്ലാ നിലപാടുകളെയും ഒരുമിച്ച് തള്ളുന്ന ഒരു രീതിയാണ് ഇപ്പോൾ അടൂർ പ്രകാശ് സ്വീകരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, നേരത്തെ രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു 25,000 വോട്ട് വരെ കിട്ടുമായിരുന്നു അൻവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ ആ തരത്തിലുള്ള അഭിപ്രായം അത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഇതൊരു മുന്നണി വിപുലീകരിക്കുന്ന ഒരു കാര്യത്തിലേക്കാണെന്ന് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നത്. അത് അൻവറിനെ എടുക്കുകയല്ല, മറിച്ച് ഈ UDF ഉണ്ടായിട്ട് മടങ്ങിപ്പോയ ചില പാർട്ടികളുണ്ട്, അവയെ തിരിച്ചു കൊണ്ടുവരിക. അതായത് കേരള കോൺഗ്രസിനെ പോലുള്ള പാർട്ടികളെ തിരിച്ചു കൊണ്ടുവരിക. ഇതുകൂടാതെ ഒരു 50 വർഷം മുമ്പ് അടിയന്തരാവസ്ഥ സമയത്ത് പോലും കോൺഗ്രസും CPIയും ഒരുമിച്ചാണ് നിന്നിരുന്നത്. CPIയുമായി കോൺഗ്രസുമായി ചേർന്ന് നിൽക്കാവുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് CPI കൂടി മുന്നിൽ എത്തുക എന്നുള്ള ഒരു കാര്യം കൂടി പറയുമ്പോൾ തന്നെ അൻവറിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം നിലനിൽക്കുന്നത്. ശരി, ധനുസുമോദാണ് വാർത്തയുടെ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്.